ക്രിസ്തുവിൻ സ്നേഹത്തിൽ ചിത്തങ്ങളും ബന്ധം കാക്കനാട് CSI അസൻഷൻ ചർച്ച് സീനിയർ സഭാംഗങ്ങളായി 2025 ജൂൺ 1 തീയതി തുടങ്ങിയ ദ ഹോളി ബൈബിൾ ചെയിൻ റീഡിംഗ് 117 ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ പുസ്തകങ്ങൾ നാം വായിച്ചു കഴിഞ്ഞു. 4ാം പുസ്തകമായ സംഖ്യാപുസ്തക വായന ഇന്ന് ആരംഭിക്കുകയാണ്. പ്രപഞ്ച സൃഷ്ടിയും ജീവോൽപത്തിയും പാപത്താൽ മനുഷ്യൻ ദൈവത്തോട് അകന്നുപോയതും മറ്റും ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ പ്രതിപാദ്യ വിഷയമെങ്കിൽ, പുറപ്പാട് പുസ്തകം പ്രതിപാദിക്കുന്നത് ഈജിപ്തിലുള്ള ഇസ്രായേൽ ജനതയുടെ വാസവും ഭയങ്കര യാതനകളും ഫറവോന്റെ അടിമത്വവും അവരുടെ വിടുതലും പലായനവും സീനായ് മലയുടെ താഴ്വരയിൽ അവർ എത്തിച്ചേർന്നതും മറ്റുമാണ്. പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്നും അന്ധകാര ശക്തിയുടെ അടിമനുഖത്തിൽ നിന്നും വിടുവിക്കുന്ന വലിയവനായ ദൈവത്തിന് യോഗ്യമായ ആരാധന കഴിക്കേണ്ടത് എങ്ങനെയെന്ന് നിഷ്കർഷിക്കുന്ന നിയമവലികൾ ലേവ്യ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നു. 4ാം പുസ്തകമായ സംഖ്യാപുസ്തകത്തിൽ വിശാലമായ സീനായ് മരുഭൂമിയും കനാൻ നാടിനും തെക്കും കിഴക്കുമായി സ്ഥിതി ചെയ്യുന്ന കാദേശ്, മോവാബ് തുടങ്ങിയ പ്രദേശങ്ങളും നമുക്ക് കാണാം. മോശ, അഹ്റോൻ, മറിയാം, ജോഷുവ, കാലേബ്, എലിയാസർ, കോരഹ്, ബിലെയാം തുടങ്ങിയ പ്രമുഖ വ്യക്തികളെയും നമുക്ക് പരിചയപ്പെടാം. സീനായ് മലയുടെ താഴ്വരയിൽ നിന്നും വാഗ്ദത്ത നാട്ടിലേക്ക് തങ്ങളുടെ പ്രയാണം ആരംഭിക്കും മുമ്പ് ഗോത്രമായുള്ള ഒരു കണക്കെടുപ്പ് നടക്കുന്നതായി സംഖ്യാപുസ്തകം 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. യാത്രയിൽ തങ്ങളോട് എതിരിടുന്ന ശത്രുക്കളെ ആസൂത്രമായി നേരിടുവാൻ തക്കവണ്ണം ഓരോ ഗോത്രങ്ങളുടെ ചുമതലകളും അവലംബിക്കേണ്ടുന്ന ജീവിത രീതികളും ചിട്ടവട്ടങ്ങളുമൊക്കെ രൂപപ്പെടുത്തുവാൻ ഉതകുന്നതായിരുന്നു ആ കണക്കെടുപ്പ്. സീനായ് മരുഭൂമിയിൽ നിന്ന് യാത്ര പുറപ്പെടുന്ന ജനം പിന്നീട് പലപ്പോഴും മറുതലിക്കുന്നതും പിറുപിറുക്കുന്നവരുമായി മോശയോട് എപ്പോഴും കലഹിക്കുന്നതും അവരോടുള്ള ദൈവത്തിൻ്റെ കോപവും ശിക്ഷകളുമൊക്കെ സംഖ്യാപുസ്തകം 10 മുതൽ 21 വരെയുള്ള അധ്യായങ്ങളിൽ നാം വായിക്കുന്നു. നീണ്ട 40 വർഷക്കാലം മരുഭൂമിയിൽ വിശപ്പിന് മന്നയും പാറയിൽ നിന്ന് വെള്ളവും ജീർണിക്കാത്ത വസ്ത്രവും മറ്റും നൽകി പകലിൽ മേഘസ്തംഭവും രാത്രിയിൽ അഗ്നിതൂണുമായി നിലകൊണ്ട മഹോന്നതനായ ദൈവത്തെ മറുതലിക്കുന്ന ജനം അവിശ്വാസവും അനുസരണക്കേടും മൂലം വാഗ്ദത്തദേശം കാണാതെ പട്ടുപോകുന്നതും ഈ അധ്യായങ്ങളിൽ കാണാം. ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് വിടുവിപ്പാനും ദൈവകൽപ്പനകളെ ജനത്തോട് അറിയിപ്പാനും ദൈവം മോശയെ തിരഞ്ഞെടുത്തുവെങ്കിൽ മാനവജാതിയുടെ മുഴുവൻ വീണ്ടെടുപ്പിനും രക്ഷയ്ക്കുമായി തൻ്റെ ഏകജാതനായ പുത്രൻ യേശു ക്രിസ്തുവിനെ ദൈവം ഈ ലോകത്തിലേക്ക് അയച്ചു. ക്രിസ്തുവിലൂടെയുള്ള രക്ഷയെ നിഴലിപ്പിക്കുന്ന സങ്കേത പട്ടണങ്ങളും മരുഭൂമിയിൽ ഉയർത്തപ്പെട്ട പിച്ചള സർപ്പവും ഈ പുസ്തകത്തിൽ നമ്മൾക്ക് കാണാം. യാത്രാരംഭത്തിൽ കണക്കെടുക്കപ്പെട്ട എല്ലാവരും ദൈവകോപത്താൽ പട്ടുപോയ ശേഷം ഓരോ ഗോത്രങ്ങൾക്കും താങ്കളുടെ അംഗസംഖ്യകൾക്ക് അനുപാതമായ ഓഹരിയും അവകാശവും ലഭിക്കേണ്ടതിന് രണ്ടാമതും ഒരു കണക്കെടുപ്പ് വാഗ്ദത്ത നാട്ടിലേക്കുള്ള പ്രവേശനം തൊട്ടു മുമ്പായി നടക്കുന്നത് 26-ാം അധ്യായത്തിൽ കാണാം. പാപത്താലുള്ള മനുഷ്യൻ്റെ പരാജയവും പാപത്തോടുള്ള ദൈവത്തിൻ്റെ ഉഗ്രകോപവും ശിക്ഷയും ഒക്കെ വരച്ചു കാട്ടുന്നതിനപ്പുറം മഹാകാരുണ്യവാനായ ദൈവത്തിൻ്റെ കരുതലും വിശ്വസ്തയും പാപക്ഷമയും അനുതാപപൂർവ്വം തന്നിലേക്ക് തിരിയുന്നവരോട് തനിക്കുള്ള സ്നേഹവും ആഴവും വ്യാപ്തിയും നമുക്ക് സംഖ്യാപുസ്തകത്തിൽ ദർശിക്കാം. പരിശുദ്ധാത്മാവ് നിറവിൽ ഈ വചനങ്ങൾ വായിപ്പാനും ഗ്രഹിപ്പാനും അതിൽ അന്തർലീനമായിരിക്കുന്ന ദൈവീയ സത്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ഇവണ്ണം നമ്മുടെ ജീവിതയാത്ര മുമ്പോട്ട് നയിപ്പാനും സംഖ്യാപുസ്തക വായനയിലൂടെയും കേൾവിയിലൂടെയും നമുക്കെവർക്കും സാധിക്കട്ടെ എന്ന് ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്ന് കാക്കനാട് CSI അസൻഷൻ ചർച്ചിന് വേണ്ടി സഭാംഗം എബ്രഹാം ജോർജ്. ഇന്ന് നാം വായിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്ന വിശുദ്ധ വേദപുസ്തക ഭാഗം സംഖ്യാപുസ്തകം 1-ാം അധ്യായം 1 മുതൽ 54 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ വചനങ്ങളെ കേൾപ്പിൻ. അവർ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെട്ടതിൻ്റെ 2-ാം സംവത്സരം 2-ാം മാസം 1-ാം തീയതി
യഹോവ സീനായി മരുഭൂമിയിൽ സമാഗമന കൂടാരത്തിൽ വെച്ച് മോശയോട് അരുളിച്ചെയ്തത് എന്തെന്നാൽ, നിങ്ങൾ ഇസ്രായേൽ മക്കളിൽ ഗോത്രം ഗോത്രമായും കുടുംബം കുടുംബമായും സകല പുരുഷന്മാരെയും ആളാം പ്രതി പേർവഴി ചാർത്തി സംഘത്തിൻ്റെ ആകത്തുക എടുക്കണം. നീയും അഹരോനും ഇസ്രായേലിൽ 20 വയസ്സ് മുതൽ മേലോട്ട് യുദ്ധത്തിന് പുറപ്പെടുവാൻ പ്രാപ്തിയുള്ള എല്ലാവരെയും ഗണം ഗണമായി എണ്ണണം. ഓരോ ഗോത്രത്തിൽ നിന്ന് തൻ്റെ കുടുംബത്തിൽ തലവനായ ഒരുത്തൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കണം. നിങ്ങളോടുകൂടെ നിൽക്കുന്ന പുരുഷന്മാരുടെ പേരാവിത്: രൂബേൻ ഗോത്രത്തിൽ ഷെദേയൂരിൻ്റെ മകൻ എലീസൂർ, ശിമയോൻ ഗോത്രത്തിൽ സൂരിദ് ശദ്ദായിയുടെ മകൻ ഷെലൂമിയേൽ, യഹൂദ ഗോത്രത്തിൽ അമ്മീനാദാബിൻ്റെ മകൻ നഹശോൻ, ഇസ്സാഖാർ ഗോത്രത്തിൽ സൂവാറിൻ്റെ മകൻ നെഥനിയേൽ, സെബൂലൂൻ ഗോത്രത്തിൽ ഹോലോൻ്റെ മകൻ എലിയാബ്, യോസഫിൻ്റെ മക്കളിൽ എഫ്രൈം ഗോത്രത്തിൽ അമ്മീഹൂദിൻ്റെ മകൻ എലീഷാമ, മനശ്ശെ ഗോത്രത്തിൽ പെദാസൂരിൻ്റെ മകൻ ഗമലിയേൽ, ബെന്യാമിൻ ഗോത്രത്തിൽ ഗിദയോനിയുടെ മകൻ അബീദാൻ, ദാൻ ഗോത്രത്തിൽ അമ്മീഷദ്ദായിയുടെ മകൻ അഹിയേസർ, ആശേർ ഗോത്രത്തിൽ ഒക്രാൻ്റെ മകൻ പഗീയേൽ, ഗാദ് ഗോത്രത്തിൽ ദെയൂവേലിൻ്റെ മകൻ എലിയാസാഫ്, നഫ്താലി ഗോത്രത്തിൽ ഏനാൻ്റെ മകൻ അഹീര. ഇവർ സംഘത്തിൽ നിന്ന് വിളിക്കപ്പെട്ടവരും തങ്ങളുടെ പിതൃഗോത്രങ്ങളിൽ പ്രഭുക്കന്മാരും ഇസ്രായേലിൽ സഹസ്രാധിപന്മാരും ആയിരുന്നു. കുറിക്കപ്പെട്ട ഈ പുരുഷന്മാരെ മോശയും അഹരോനും കൂട്ടിക്കൊണ്ടുപോയി. 2-ാം മാസം 1-ാം തീയതി അവർ സർവ്വസഭയെയും വിളിച്ചുകൂട്ടി. അവർ ഗോത്രം ഗോത്രമായും കുടുംബം കുടുംബമായും ആളാമ്പ്രതി 20 വയസ്സ് മുതൽ മേലോട്ട് പേരുപേരായി താന്താങ്ങളുടെ വംശവിവരം അറിയിച്ചു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അവൻ സീനായി മരുഭൂമിയിൽ വെച്ച് അവരുടെ എണ്ണമെടുത്തു. ഇസ്രായേലിൻ്റെ മൂത്ത മകനായ രൂബേൻ്റെ മക്കളുടെ സന്തതികൾ കുലം കുലമായും കുടുംബം കുടുംബമായും ആളാമ്പ്രതി 20 വയസ്സ് മുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരും പേരുപേരായി രൂബേൻ ഗോത്രത്തിൽ എണ്ണപ്പെട്ടവർ 46,500 പേർ. ശിമയോൻ്റെ മക്കളുടെ സന്തതികളിൽ കുലം കുലമായും കുടുംബം കുടുംബമായും ആളാമ്പ്രതി 20 വയസ്സ് മുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരും പേരുപേരായി ശിമയോൻ ഗോത്രത്തിൽ എണ്ണപ്പെട്ടവർ 59,300 പേർ. ഗാദിൻ്റെ മക്കളുടെ സന്തതികളിൽ കുലം കുലമായും കുടുംബം കുടുംബമായും 20 വയസ്സ് മുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരും പേരുപേരായി ഗാദ് ഗോത്രത്തിൽ എണ്ണപ്പെട്ടവർ 45,650 പേർ. യഹൂദയുടെ മക്കളുടെ സന്തതികളിൽ കുലം കുലമായും കുടുംബം കുടുംബമായും 20 വയസ്സ് മുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരും പേരുപേരായി യഹൂദ ഗോത്രത്തിൽ എണ്ണപ്പെട്ടവർ 74,600 പേർ. ഇസ്സാഖാരിൻ്റെ മക്കളുടെ സന്തതികളിൽ കുലം കുലമായും കുടുംബം കുടുംബമായും 20 വയസ്സ് മുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരും പേരുപേരായി ഇസ്സാഖാർ ഗോത്രത്തിൽ എണ്ണപ്പെട്ടവർ 54,400 പേർ. സെബൂലൂൻ്റെ മക്കളുടെ സന്തതികളിൽ കുലം കുലമായും കുടുംബം കുടുംബമായും 20 വയസ്സ് മുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരും പേരുപേരായി സെബൂലൂൻ ഗോത്രത്തിൽ എണ്ണപ്പെട്ടവർ 57,400 പേർ. യോസഫിൻ്റെ മക്കളിൽ എഫ്രൈമിൻ്റെ മക്കളുടെ സന്തതികളിൽ കുലം കുലമായും കുടുംബം കുടുംബമായും 20 വയസ്സ് മുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരും പേരുപേരായി എഫ്രൈം ഗോത്രത്തിൽ എണ്ണപ്പെട്ടവർ 40,500 പേർ. മനശ്ശെയുടെ മക്കളുടെ സന്തതികളിൽ കുലം കുലമായും കുടുംബം കുടുംബമായും 20 വയസ്സ് മുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരും പേരുപേരായി മനശ്ശെ ഗോത്രത്തിൽ എണ്ണപ്പെട്ടവർ 30,200 പേർ. ബെന്യാമിൻ്റെ മക്കളുടെ സന്തതികളിൽ കുലം കുലമായും കുടുംബം കുടുംബമായും 20 വയസ്സ് മുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരും പേരുപേരായി ബെന്യാമിൻ ഗോത്രത്തിൽ എണ്ണപ്പെട്ടവർ 35,400 പേർ. ദാൻ്റെ മക്കളുടെ സന്തതികളിൽ കുലം കുലമായും കുടുംബം കുടുംബമായും 20 വയസ്സ് മുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരും പേരുപേരായി ദാൻ ഗോത്രത്തിൽ എണ്ണപ്പെട്ടവർ 60,700 പേർ.
ആശേരിൻ്റെ മക്കളുടെ സന്തതികളിൽ കുലം കുലമായും കുടുംബം കുടുംബമായും 20 വയസ്സ് മുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരും പേരുപേരായി ആശേർ ഗോത്രത്തിൽ എണ്ണപ്പെട്ടവർ 41,500 പേർ. നഫ്താലിയുടെ മക്കളുടെ സന്തതികളിൽ കുലം കുലമായും കുടുംബം കുടുംബമായും 20 വയസ്സ് മുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരും പേരുപേരായി നഫ്താലി ഗോത്രത്തിൽ എണ്ണപ്പെട്ടവർ 53,400 പേർ. മോശയും അഹരോനും ഗോത്രത്തിന് ഒരുവൻ വീതം ഇസ്രായേൽ പ്രഭുക്കന്മാരായ 12 പുരുഷന്മാരും കൂടെ എണ്ണമെടുത്തവർ ഇവർ തന്നെ. ഇസ്രായേൽ മക്കളിൽ ഗോത്രം ഗോത്രമായി 20 വയസ്സ് മുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരുമായി എണ്ണപ്പെട്ടവർ ആകെ 6,35,550 പേർ ആയിരുന്നു. ഇവരുടെ കൂട്ടത്തിൽ ലേവ്യരെ പിതൃഗോത്രമായി എണ്ണിയില്ല. ലേവി ഗോത്രത്തെ മാത്രം എണ്ണരുത്, ഇസ്രായേൽ മക്കളുടെ ഇടയിൽ അവരുടെ സംഖ്യ എടുക്കുകയും അരുത് എന്ന് യഹോവ മോശയോട് കൽപ്പിച്ചിരുന്നു. ലേവ്യരെ സാക്ഷ്യനിവാസത്തിനും അതിൻ്റെ ഉപകരണങ്ങൾക്കും വസ്തുക്കൾക്കും ഒക്കെ വിചാരകന്മാരായി നിയമിക്കണം. അവർ തിരുനിവാസവും അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും വഹിക്കണം. അവർ അതിന് ശുശ്രൂഷ ചെയ്യുകയും തിരുനിവാസത്തിൻ്റെ ചുറ്റും പാളയമടിച്ച് പാർക്കുകയും വേണം. തിരുനിവാസം പുറപ്പെടുമ്പോൾ ലേവ്യർ അത് അഴിച്ചെടുക്കണം. തിരുനിവാസം അടിക്കുമ്പോൾ ലേവ്യർ അത് നിവർത്തേണം. ഒരന്യൻ അടുത്തു വന്നാൽ മരണശിക്ഷ അനുഭവിക്കണം. ഇസ്രായേൽ മക്കൾ ഗണം ഗണമായി ഓരോരുത്തൻ താന്താൻ്റെ പാളയത്തിലും ഓരോരുത്തൻ താന്താൻ്റെ കൊടിക്കരികെയും ഇങ്ങനെ കൂടാരമടിക്കണം. എന്നാൽ ഇസ്രായേൽ മക്കളുടെ സംഘത്തിന്മേൽ ക്രോധമുണ്ടാകാതിരിക്കേണ്ടതിന് ലേവ്യർ സാക്ഷ്യനിവാസത്തിനു ചുറ്റും പാളയമിറങ്ങണം. ലേവ്യർ സാക്ഷ്യനിവാസത്തിൻ്റെ കാര്യം നോക്കണം എന്ന് യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ എല്ലാം ഇസ്രായേൽ മക്കൾ ചെയ്തു. അതുപോലെ തന്നെ അവർ ചെയ്തു. ഇവിടെ വായിക്കാൻ നിശ്ചയിച്ചിരുന്ന വേദഭാഗം വായിച്ച് തീരുന്നു. ജാന